സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും. മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒട്ടേറെ വേഷങ്ങൾ ചെയ്ത നടിയാണ് കൃഷ്ണപ്രഭ. ഇന്ന് താരത്തിന്റെ ഡാൻസ് സ്കൂൾ ഉദ്ഘാടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് നടൻ മമ്മൂട്ടിയുടെ സാന്നിധ്യം കൊണ്ടായിരുന്നു. സിനിമാ രംഗത്തെ പ്രമുഖരോട് മാത്രമല്ല, ചെറിയ റോൾ ചെയ്യുന്ന സഹതാരങ്ങളോട് പോലും എത്ര സ്നേഹമായിട്ടാണ് മമ്മൂട്ടി പെരുമാറുന്നത് എന്നതിൻ്റെ അടയാളമായിരുന്നു ഇന്ന് കൃഷ്ണപ്രഭയുടെ ഡാൻസ് സ്കൂൾ ഉദ്ഘാടനത്തിന് മമ്മൂട്ടി എത്തിയത്. ഉദ്ഘാടന വേളയിൽ മമ്മൂട്ടി കൃഷ്ണപ്രഭയോട് പറഞ്ഞ വാക്കുകളും ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്നാണ് എറണാകുളത്ത് കൃഷ്ണപ്രഭയുടെ ജൈനിക എന്ന ഡാൻസ് സ്കൂൾ ആരംഭിച്ചത്. ചടങ്ങിന് ഉദ്ഘാടകനായി എത്തിയത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടിക്കൊപ്പം മിയ, അപർണ ബാലമുരളി, ആര്യ, ഷിലു എബ്രഹാം, മിയയുടെ അമ്മ ജിമ്മി ജോർജ്, രമേശ് പിഷാരടി, ഹൈബി ഈഡൻ MLA, സംഗീത സംവിധായകൻ അഫ്സൽ യൂസഫ്, സംവിധായകരായ അരുൺ ഗോപി, ആന്റണി സോണി തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു. കൃഷ്ണപ്രഭ, ഞാൻ പഠിപ്പിച്ചതൊക്കെ ശിഷ്യരെ നന്നായി പഠിപ്പിക്കണം. എൻ്റെ ശിഷ്യ ഇങ്ങനെ ഒരു സ്കൂൾ തുടങ്ങുന്നതിൽ വളരെ സന്തോഷമുണ്ടെന്നും ഞാൻ പിന്നെ ലോകമെമ്പാടും നൃത്തം ചെയ്ത് നടക്കുന്നത് കൊണ്ട് എല്ലായ്പ്പോഴും എല്ലായിടത്തും എത്താൻ കഴിഞ്ഞില്ലെന്നൊന്നും വരില്ല എന്നാണ് മമ്മൂട്ടി ഉദ്ഘാടന വേദിയിൽ ഗംഭീരമായി ഡയലോഗ് തകർത്തത്. പ്രിയ ശിക്ഷയുടെ നൃത്തവിദ്യാലയം ആരംഭിക്കുമ്പോൾ വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കൃഷ്ണപ്രഭ ഇത്ര നന്നായി ഡാൻസ് ചെയ്യുമെന്ന് ഈ അടുത്താണ് മനസ്സിലായത്. ഇങ്ങനെ കുറേ കൃഷ്ണപ്രഭമാരെ ഉണ്ടാക്കാൻ ഇതിലൂടെ സാധിക്കട്ടെ എന്നും താരം ആശംസിച്ചു. ഇതിന് മറുപടിയായി സംഗതി കളിയാക്കാനാണ് ഞാനാണ് നൃത്തം പഠിപ്പിച്ചത് എന്നൊക്കെ മമ്മൂക്ക പറഞ്ഞെങ്കിലും അഭിനയം മനസ്സിൽ കയറിയ കുഞ്ഞു പ്രായം മുതൽ മമ്മൂക്ക തന്നെയാണ് ഗുരു എന്ന് കൃഷ്ണപ്രഭ പറഞ്ഞു. തിരക്കുകൾക്കിടയിലും തൻ്റെ ഈ ചെറിയ ചടങ്ങിനെത്തിയ മമ്മൂക്കയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്നും കൃഷ്ണപ്രഭ കൂട്ടിച്ചേർത്തു. അതേസമയം വിളിക്കാതിരുന്നിട്ടും ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചാണ് താൻ എത്തിയതെന്ന് കൃഷ്ണപ്രഭയെ ട്രോളി മിമിക്രി കലാകാരനും നടനും സംവിധായകനുമായ രമേശ് പിഷാരടി സംസാരിച്ചു. അതാണ് ചടങ്ങിലെത്താൻ വൈകിയത്. എന്നാലും മമ്മൂക്കയോട് വിളിച്ച് എല്ലാം നന്നായി ചെയ്യാമെന്ന് ഏൽപ്പിച്ചിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ വിളിച്ച് എല്ലാം നന്നായി ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ടാണ് മമ്മൂട്ടി ഇവിടെ നിന്ന് പോയതെന്നും പിഷാരടി ചിരിയോടെ പറഞ്ഞു. പിന്നെ മിമിക്രിക്ക് ക്ലാസ് എടുക്കാൻ ഇടയ്ക്ക് വരാമെന്നും കൃഷ്ണപ്രഭയ്ക്ക് വാഗ്ദാനം നൽകി. ഭരതനാട്യം, മോഹിനിയാട്ടം തുടങ്ങിയ നൃത്തരൂപങ്ങളും സംഗീതവുമെല്ലാം അഭ്യസിക്കുന്ന സ്കൂളാണ് കൃഷ്ണപ്രഭ ആരംഭിച്ചത്. പ്രേക്ഷകരോട് എല്ലാ പിന്തുണയും അഭ്യർത്ഥിക്കാനും താരം മറന്നിട്ടില്ല. എന്റർടൈൻമെന്റ് ഡെസ്ക്, മലയാളി ലൈഫ്.